Now we are entering into the cave. Yay! Wow. ഇത് രസമുണ്ട് കാണാൻ. അടിപൊളി നോക്ക്. സൂപ്പർ. വണക്കം, ദിസ് ഇസ് ഷാഫ്ക. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോഴും ഹനോയി തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നിംബിൻ എന്നൊരു ബ്യൂട്ടിഫുൾ വില്ലേജിലേക്കാണ് പോകുന്നത്. അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഓൺ ദ വേയിൽ അവർ ജസ്റ്റ് ഒരു റെസ്റ്റ് സ്റ്റോപ്പിൽ നിർത്തി. ഇത് റെസ്റ്റ് സ്റ്റോപ്പ് മാത്രമല്ല, ഇതൊരു വെൽക്കം ടു ദ ഹാൻഡ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് ആണ് വിയറ്റ്നാംകാരുടെ. അപ്പൊ അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ ചാനൽ ആദ്യം കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. അപ്പൊ ഇത് വിയറ്റ്നാമീസിന്റെ ഒരു ഹാൻഡ് ക്രാഫ്റ്റ് ഷോപ്പാണ്. അതായത് പണ്ടെന്തോ വാർ വന്ന സമയത്ത് എന്തോ ഒരു ഹാൻഡിക്യാപ്ഡ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വിയറ്റ്നാം ആൾക്കാർ ഇട്ട് കൊടുത്ത ഒരു ഹാൻഡ് ക്രാഫ്റ്റ് ഷോപ്പാണ് ഈ ഒരു ഹാൻഡ് ക്രാഫ്റ്റിന്റെ ഈ ഒരു വർക്ക്ഷോപ്പ്. അങ്ങനെ വയ്യാത്ത കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെസ്റ്റ് സ്റ്റോപ്പ് മാത്രമല്ല, അവർക്ക് നമ്മുടെ വിയറ്റ്നാമീസ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് സ്പോട്ട് ആക്കിയിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ വരുവാണെങ്കിൽ അവരിവിടെ കൂടെ കൊണ്ടുവന്നിട്ടാണ് പോകുന്നത്. ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ് വർക്ക് ഉണ്ട്, പെയിന്റിങ്സ് ഉണ്ട്, ഡ്രസ്സുണ്ട്, സോവനിയേഴ്സ് ഉണ്ട്, ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. ഹാൻഡ് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ആളാണ്. Nó lại đông như không chỉ làm, nó chạy quanh nhà đây, người ta xong mình bảo bay cho cái này đầu tiên cho bay. അതേപോലെ ഒരുപാട് പ്രോഡക്ട്സ്, പെയിന്റിങ്സ്, ഒരുപാട് സാധനങ്ങളുണ്ട്. പെയിന്റിങ്സ് എനിക്ക് വേണ്ട അതിലുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്, പെയിന്റിങ്സ്, ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ് വർക്ക്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവരുടെ വെച്ചേക്കുന്നത്. ക്യാപ്പ് ഉണ്ട്, സോവനിയേഴ്സ് ഉണ്ട്, കീ ചെയിൻസ് ഉണ്ട്, കൊമ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പാണിത്. അതോടൊപ്പം ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ കാഫേ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം. അതോടൊപ്പം റെസ്റ്റ് റൂമും ഉണ്ട്, വാഷ്റൂംസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഒരു വർക്ക്ഷോപ്പ് ഏരിയ. അവരുടെ ഒരു പ്രോഡക്റ്റൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കണ്ട. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു റെസ്റ്റ് ഷോപ്പായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന നിംബിനാണ്. നിംബിൻ്റെ ചരിത്രം ഞാൻ അവിടെ എത്തിയിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഒരു സോവനിയർ ഷോപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ നമുക്ക് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, പ്ലസ് ഒരു കോഫി ഷോപ്പും ഉണ്ട്. ഇതിൽ വേണോടാ അതോ ഈ ഒരു കോഫി ഷോപ്പ് ജസ്റ്റ് ഒരു മിൽക്ക് കോഫി മേടിച്ച് 50 VND ആണ് മിൽക്ക് കോഫി, 50 VND. എന്നിട്ട് നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് പോകണം. അത്യാവശ്യം ഇവിടെ എല്ലാം ഭയങ്കര പൈസ ആണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. 50 VND എന്ന് പറഞ്ഞാൽ 50 ഒരു 200 rupees ഒക്കെ വരും. 200, 180 ഇത്രയൊക്കെ. ബ്ലാക്ക് കോഫി ഉണ്ട്, മിൽക്ക് കോഫി, കോക്കനട്ട് കോഫി, എക്സ്പ്രസ്, അങ്ങനെ ഒരുപാട് കോഫി ഉണ്ട്. അതും ഹോട്ട് ആൻഡ് കോൾഡിലുണ്ട്. പിന്നെ ഷുഗർ ക്വീൻ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു കോഫി കുടിച്ചിട്ട് നമ്മൾ വണ്ടി ഇവിടെ അവർ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിയിലേക്ക് തിരിച്ചു പോകാം. എന്തായാലും ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ നമ്മൾ നിംബിനിലെത്തി. നമ്മുടെ ഗൈഡ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പോൾ അത് കേൾക്കാൻ നിൽക്കുകയാണ്. ഇതാണ് നിംബിൻ, ഒരു വില്ലേജ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. Ladies and gentlemen, when you're walking in Vietnam or you cycling with me today, we always do on the right side. Okay, on the right side, and be careful with the traffic in Vietnam. Now, you can come the brick here to take some check-in photo. I buy the ticket for you at the counter here, and after 3 minutes when I done, I will come to you. Okay, please come here to taking photo. സോ അപ്പോൾ നമ്മളിതാ നിംബിൻ്റെ ആ ഒരു കോട്ടവാതിൽ എൻട്രി കയറി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കിയ ഒരു ബുള്ളിൻ്റെ മേളിൽ ഇവിടുത്തെ ആളിരിക്കുന്നുണ്ടോ. ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പുള്ളിയുടെ മേളിലിരുന്നു. ഇതേപോലെ ബുള്ളിന്റെ മേളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. എല്ലാത്തിനും കാശുണ്ട്. വലിയ വലിയ ബുള്ളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഗൈഡ് എല്ലാം പറഞ്ഞുതരും. നോക്ക്. അപ്പോൾ നമ്മുടെ ഗൈഡ് നമ്മുടെ ഈ ഒരു വിയറ്റ്നാമിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഈ ഒരു നിംബിനായിരുന്നു പണ്ടത്തെ ഒരുപാട് ആൻസസ്റ്റേഴ്സ് ഉള്ള സമയത്തുള്ള ഒരു ക്യാപിറ്റലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് കൺട്രി അവർ ഇൻവേഡ് ചെയ്തിട്ടുണ്ട്, ഈവൻ തായ്ലാൻഡ്, ചൈനയൊക്കെ. അപ്പോൾ അങ്ങനെ ഇൻവേഡ് ചെയ്ത സമയത്ത് ഒരുപാട് സഫർ ചെയ്തൊരു കൺട്രിയാണ് ഈ വിയറ്റ്നാം.
അപ്പോൾ വിയറ്റ്നാം കുറച്ച് റീസൺലി ആണ് ഡെവലപ്പായി വരുന്നത്, ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ പണ്ടത്തെ കിങ് ഈ നിൻബിൻ ആയിരുന്നു ഇവിടുത്തെ ക്യാപിറ്റൽ. ഇവിടെ മൊത്തം മൗണ്ടൻസ് ഒക്കെ ആയതുകൊണ്ട് ഇവരുടെ ഡിഫൻസ് സിസ്റ്റവും ഡെവലപ്മെൻ്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇവരുടെ ക്യാപിറ്റൽ ഹനോയിലോട്ട് മാറ്റി. ഇപ്പോൾ ഹനോയിയാണ് അവരുടെ ക്യാപിറ്റൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നിൻബിൻ വില്ലേജ് എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. അപ്പം നമ്മുടെ ഗൈഡ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പുള്ളി പറഞ്ഞു തരുവാണ്. അപ്പം അത്രയും ഹിസ്റ്ററി ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു നിൻബിൻ എന്ന് പറയുന്ന ഈ ഒരു വില്ലേജ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കിങ്ങിൻ്റെ സണ്ണ് അവർ തിരിച്ച് ക്രൗൺ എടുത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗൈഡ് ഇവിടെ നിന്ന് പറയുന്നത്. നമ്മൾ അമ്പലത്തിനകത്ത് പോകുമ്പോഴേ സ്ലീവ്ലെസ് അല്ലെങ്കിൽ വെരി ഷോർട്ട്സ് ഒന്നും ഇട്ട് കയറില്ല. സോ അതുകൊണ്ട് ഇവിടെ ഒരു ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലോത്ത് നമുക്ക് ചുറ്റിയിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ മൂടിയിട്ടോ പോവാം. ഇതാണ് നമ്മുടെ ആ ടെമ്പിളിലേക്ക് പോകുന്ന വഴി. അപ്പം നമുക്ക് ടെമ്പിൾ പോയി കണ്ടിട്ട് ഓടി വരാം. ലെറ്റ്സ് ഗോ. ഇവിടുത്തെ ഒരു നിൻബിനിലെ ടെമ്പിൾ, നമ്മളിപ്പോൾ പോകുന്ന ഇവിടുത്തെ ഒരു ടെമ്പിളാണ് കേട്ടോ, നിൻബിനിലെ ടെമ്പിളാണ്. അപ്പോൾ ടെമ്പിളിൽ പോകുമ്പോൾ എനിക്കുണ്ട് ഷോർട്ട്സ് ഇട്ട് ഒരു കയറ്റില്ല, അല്ലെങ്കിൽ മുകളിലിങ്ങനെ മൂടിയിട്ട് പോകണം. അപ്പോൾ അവർ ഷോള് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷോൾ ഇട്ടിട്ടാണ് ഈ ഒരു ടെമ്പിളിലേക്ക് അവർ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇത് ടെമ്പിളിനകത്തൊരു കുളമാണ് കേട്ടോ. നമ്മളിപ്പോൾ ടെമ്പിളിലേക്കാണ് നമ്മുടെ ഗൈഡ് കൊണ്ടുപോകുന്നത്. ഇതൊരു കുളമാണ്. അപ്പം നമ്മൾ വി ആർ ഗോയിങ് ടു ദ ടെമ്പിൾ. ടെമ്പിൾ എവിടെയെന്ന് അറിയില്ല, നമ്മുടെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ടെമ്പിളിനകത്തോട്ട് പോകുന്നൊരു വഴിയാണ് കേട്ടോ. ഇവിടെ ആർക്കിടെക്ചറൊക്കെ നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറാണ്. ഓക്കെ, അപ്പം നമുക്ക് ടെമ്പിളിൻ്റെ അവിടെ പോയിട്ട് നമ്മളത് ഗൈഡ് അവിടെ കൊടിയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പുള്ളി എല്ലായിടും നല്ലൊരു ഗൈഡാണ് കേട്ടോ. പുള്ളി എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഗൈഡ് അടിപൊളിയാണ്. പുള്ളി ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ഹിസ്റ്ററി പറഞ്ഞു തന്നു. ഓരോരോ പോയിന്റിൽ ചെല്ലുമ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അല്ലേ അതുട്ടാ? നല്ലൊരു ഗൈഡാണ് കേട്ടോ നമുക്ക് കിട്ടിയ. ആയിട്ട് വന്നതാണ്. ഇതാണ് ടെമ്പിൾ കേട്ടോ. ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്ന ഒരു ടെമ്പിളാണ്. നമ്മളപ്പോൾ ടെമ്പിളിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറി. ഇതൊരു കിങ്ങിൻ്റെ ചെയറാണ് കേട്ടോ, പണ്ടത്തെ കിങ്ങിൻ്റെ ചെയറാണ്. ഇവിടെ ഒരു സാമ്പ്രാണിയൊക്കെ കത്തിച്ചിട്ടുണ്ട്. സാമ്പ്രാണിയൊക്കെ കത്തിച്ചൊന്ന് വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു ചെയറാണ്. അപ്പം നമുക്ക് ഇതിനകത്തൂടെയാണ് ടെമ്പിളിനകത്ത് കയറേണ്ടത്. അപ്പം നമുക്ക് അകത്ത് കയറി ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പം നമ്മൾ ടെമ്പിളിനകത്ത് കയറുവാണ്. കാല് പൊക്കി വെച്ച് വേണമെങ്കിൽ ഓക്കെ. ഇതാണ് ടെമ്പിളിൻ്റെ ഉൾവശം. ഭയങ്കര രസമുണ്ടാവും. നല്ല ആർക്കിടെക്ചറും നല്ല ഭംഗിയാണ്. പിന്നെ ഇവര് കുറെ സിമ്പിൾസ് വലിയ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നോക്കിയാ ഇതാണ് അവരുടെ ഒരു ടെമ്പിൾ. ഇവിടുത്തെ ഓഫറിംഗ് ആയിട്ട് എന്തൊക്കെ വെച്ചേക്കുന്നത്? ബിയറൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത് ഓഫറിംഗ് ആയിട്ട്. നമുക്ക് നല്ല രസമാണ് കേട്ടോ. അടിപൊളി ആർക്കിടെക്ചറാണ്. കാരണം ഇതുണ്ട് സിമ്പിൾസ് ഒക്കെ വെച്ചിട്ടുള്ള എന്നൊരു സാധനമാണ്. ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. നല്ല രസമുള്ള ആർക്കിടെക്ചറാണ്. അപ്പോൾ ഇവിടെ ഒരു ജനാലയുണ്ട്. അതിനകത്തൂടെ ആണെന്ന് തോന്നുന്നു മെയിൻ പ്രതിഷ്ഠ. എനിക്കറിയില്ല, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. എല്ലാവരും അവിടെ നോക്കിയിട്ടാണ് വരുന്നത്. മെയിൻ ഗോഡ് ഇവിടെ ആയിട്ട് ഇരിക്കുന്നത്. ഇതിനകത്താണ് കിങ്ങിൻ്റെ ആണ് കേട്ടോ. കിങ് ആണെന്ന് തോന്നുന്നു, പണ്ടത്തെ കിങ്ങിൻ്റെ ആണ് ഒരു രൂപമാണ് അകത്തുള്ളത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പണ്ടത്തെ ഒരു കിങ്ങാണ് അകത്തിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. ഓഫറിംഗ് ആയിട്ട് ബിയർ, പൈസ അങ്ങനെയുള്ള സാധനമൊക്കെ ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട അമ്പലത്തിൻ്റെ കുളമാണ്. ഇവിടെ നോക്ക, ഫുൾ ഫിഷാണ് കേട്ടോ. കംപ്ലീറ്റ് ഗോൾഡൻ കളർ ഫിഷുണ്ട്. അത് നല്ല വലുപ്പമുള്ള ഫിഷാണ് കേട്ടോ. നോക്ക്, ഒരുപാട് ഫിഷാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് ബസ്സിൽ അങ്ങോട്ട് പോകാം. അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇനി. ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടെമ്പിൾ കണ്ടിട്ട് തിരിച്ചിറങ്ങുവാണ്. ഇതാണ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിലത്തെ ആർച്ച് കേട്ടോ. ഇവിടെ നമ്മൾ എൻ്റർ, ഇവിടെ നിന്ന് എക്സിറ്റ്. എടി, ഇത് കിങ്ങിൻ്റെ ടെമ്പിൾ അല്ലേ? കിങ്ങിനല്ലേ അകത്ത് വെച്ചേക്കുന്നത്? അതെ, കിങ്ങിൻ്റെ ടെമ്പിളാണ്. കിങ്ങിനെയാണ് അകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്, അതിനായിട്ടാണ് നമ്മൾ തിരിച്ച് പോകുന്നത് കേട്ടോ.
നമ്മുടെ ടെമ്പിളിന്റെ എൻട്രിയുടെ മെയിൻ എൻട്രിയുടെ ഇവിടെ അവരിങ്ങനെ വിസറി വിൽക്കുന്നുണ്ട്. 30 ഡോങ് ആണ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചതല്ല, ഇവർ ചൂടായതുകൊണ്ട് ഇവര് കോട്ടിൽ കണ്ടോ, എയർ കണ്ടീഷൻസ് ഫാൻ ഉള്ള കോട്ടാണ്. നോക്കിക്കേ, കൊള്ളാൻ കണ്ടോ, അത് ഫാൻ ഉണ്ട്, ഫാനുള്ള കോട്ട് കൊള്ളാൻ കണ്ടോ, അടിപൊളി. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചൂടില്ലാതിരിക്കാം ഈ ഒരു വെയിലത്ത്, കൊള്ളാം. നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ട് നിർത്തി. ഇവിടെ ഒരു ബഫറ്റ് ലഞ്ചുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്കിനി ഒരു ആക്ടിവിറ്റി ആയ സൈക്ലിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. ബാംബു ബോട്ടിൽ ഒരു 1.5 hour ബോട്ടിംഗ് ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റിയാണ് നിൻബിനിൽ. പിന്നെ ഒരു സൈക്ലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹൈക്കിംഗ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സൈക്ലിംഗ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ബാംബു ബോട്ടിൽ എന്തായാലും റൈഡ് ഉണ്ട്, ഒരു 1.5 hours. ഇവിടുത്തെ ലോക്കൽ പീപ്പിൾ റോ ചെയ്യുന്നൊരു ബോട്ടാണ്. അപ്പോൾ എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഒരു വിയറ്റ്നാമീസ് ലഞ്ചാണ് കേട്ടോ. അപ്പോൾ വിയറ്റ്നാമിൻ്റെ തനതായ കുറച്ച് ഓതൻറ്റിക് ഫുഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു നിൻബിൻ എന്ന് പറഞ്ഞാൽ ഗോട്ടിൻ്റെ, അതായത് നമ്മുടെ ആടിൻ്റെ വിഭവങ്ങൾ ഒരുപാട് കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പം ഗോട്ട് പ്രോഡക്ട്സ്, ഗോട്ടിൻ്റെ ഫുഡ് ഇവിടെ ഒരുപാട് ഉണ്ടാവും. ഗോട്ട് മീറ്റ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ നിൻബിനിൽ. ഞാൻ പറഞ്ഞ പോലെ നിൻബിനൊരു ഓൾഡ് വില്ലേജാണ്. വില്ലേജിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്, നല്ലൊരു സ്ഥലമാണ്. ഇപ്പോൾ ഭയങ്കര ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടാണ് ഈ നിൻബിൻ. അപ്പോൾ എന്തായാലും നല്ലൊരു ലഞ്ച് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളെ കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ നല്ലൊരു ലഞ്ച് കഴിഞ്ഞു, നല്ലൊരു വിയറ്റ്നാമീസ് ലഞ്ച് കഴിച്ചിട്ട് ബോട്ടിങ്ങിന് പോവാണ്. ബോട്ടിങ്ങിന് ടിക്കറ്റ് നമ്മുടെ ഗൈഡ് ചേട്ടൻ എടുത്തു തന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ബോട്ടിങ്ങിനാണ്. ഒരു ബോട്ടിൽ 2 അല്ലെങ്കിൽ 3 അത്രേ പറ്റുള്ളൂ. കാരണം ചെറിയ ബാംബു ബോട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാനും അനുവും കൂടെ ഒരു ബോട്ടിൽ, എൻ്റെ ഫ്രണ്ടും അവർ വേറെ ഫാമിലി വേറൊരു ബോട്ടിൽ. അപ്പോൾ ഇവിടെ നിന്ന് ബോട്ടിൽ നമുക്ക് യാത്ര ചെയ്യും. ഇവിടെ നിന്ന് ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് ജാക്കറ്റ് എടുത്തിടാം, എന്നിട്ട് നമുക്ക് ബോട്ടിങ് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് അവർ സ്കാൻ ചെയ്യിപ്പിച്ച് നമ്മുടെ ബോട്ടിങ് ഏരിയ കയറി. നമ്മുടെ ഗൈഡ് ഇവിടെ നിൽക്കാനേ പറഞ്ഞേക്കണേ. അതെ, ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ടിലേക്ക് പോകുന്നത്. വേ ടു വിയറ്റ്നാമീസ്. അപ്പോൾ നമുക്കൊരു അടിപൊളി ബാംബൂ ബോട്ട് റൈഡ് പോയിട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ ആ ബോട്ടിൽ കയറാൻ പോവാണ്. നമ്മുടെ ബോട്ട് ഇപ്പോൾ ഒരു കേട്ടോ, അത് വെള്ളത്തിൽ ഇറങ്ങണ്ട, വെള്ളം കൊള്ളില്ല, അതുകൊണ്ടാണ്. സോ അപ്പോൾ നമ്മൾ നമ്മുടെ നിൻബിനിലെ ബാംബു ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അതോ എങ്ങനെയുണ്ട്? ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ അവിടെ. നല്ല അടിപൊളി ഒരു സുന്ദര യാത്രയായിരിക്കും. നിൻബിനിലെ ഒരു ബോട്ടിങ്ങിന് പോകുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. വിയറ്റ്നാമിൽ വന്നാൽ നിൻബിനിലെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ഈ ഒരു ബാംബു ബോട്ട് റൈഡ്. നമ്മൾ പോകുന്നത് ഇങ്ങനെ ഇതുവഴിയാണ്. ബാംബു ബോട്ട് എന്ന് പറയും, പക്ഷെ ഇത് ഇരുമ്പ് ബോട്ടാണ്. നമ്മൾ ആ മലയൊക്കെ കണ്ടിങ്ങനെയാണ് പോകുന്നത്. നമ്മൾ നല്ല വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിലുണ്ട്. കുടയൊക്കെ എടുത്തിട്ടുണ്ട്, പ്ലസ് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളാണോ റോബോട്ടാണ്, ബട്ട് ചിലർ കൈ കൊണ്ട് തുഴയും, ചിലർ കാലുകൊണ്ടാണ് തുഴയുന്നുണ്ടോ. പുള്ളി ചാരി ഇരുന്ന് കാലുകൊണ്ടൊക്കെ തുഴഞ്ഞു പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ 2 സൈഡിലും റെസ്റ്റോറൻറ്റുകളാണ്. അതിനകത്ത് എല്ലാ ആൾക്കാരുണ്ട്, നല്ല രസമാട്ടോ. നമുക്ക് 2 സൈഡിലും റെസ്റ്റോറൻറ്റുകളുണ്ട്. വേസ്റ്റ് അതുകൂടെ കൈയിടല്ലേ. നമ്മളിങ്ങനെ ഓരോരോ പാലത്തിനടിയിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഇവിടെ എല്ലാം നല്ല നല്ല റെസ്റ്റോറൻറ്റുകളാണ്, നല്ല രസമുള്ള റെസ്റ്റോറൻറ്റുകളാണ്, നല്ല ആംബിയൻസ് ആയിരിക്കും. അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്, ടൂറിസ്റ്റ് ആൾക്കാർ. ഇവിടെ പിടിക്കുന്നത് അവർ കാലും കൊണ്ടാണ് കേട്ടോ റോ ചെയ്യുന്നത്, തുഴയുന്നത്. കണ്ടോ ഈ അപ്പൂപ്പനൊക്കെ കാലും കൊണ്ടാണ് തുഴ. എന്ത് രസം നോക്ക്, കാലുകൊണ്ട് പുള്ളി തുഴഞ്ഞു പോകുന്നതാണ്. ആണ് ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റ്. ടോം കോക്ക് ബംഗ്ല കോഫി റെസ്റ്റോറൻറ്റ് കോക്ടെയിൽ എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്.
നല്ല രസമുണ്ട് കേട്ടോ ഇതൊരു യാത്ര ചെയ്യാൻ. നമുക്ക് എന്ത് രസം, മലനിരകൾക്കിടയിലൂടെ ഇങ്ങനെ നമ്മൾ ഒരു ബോട്ട് യാത്ര. അടിപൊളിയാട്ടോ. 1.5 മണിക്കൂറാണ് കേട്ടോ ഈ ബോട്ട് യാത്ര. ഇവിടെ നിന്ന് വേണമെങ്കിൽ വള്ളക്കാര് വള്ളത്തിൽ 1-2 ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ. അവരാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തുതരും. നമുക്ക് എന്ത് രസമാണ്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാട്ടോ ഈ വഞ്ചി തുഴയുന്നത്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ തന്നെയാണ് ഈ ഒരു ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെയെല്ലാം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഫോട്ടോ എടുത്ത് എനിക്കൊന്ന് പ്രിൻ്റൊക്കെ ചെയ്ത് തരുമായിരിക്കും. നല്ല കാറ്റുണ്ട് കേട്ടോ. ബായ് പറയാതെ. ചുറ്റും മല. എന്ത് രസം നോക്കി മലയൊക്കെ കാണാൻ. അടിപൊളി അല്ലേനോ. അവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന പച്ച കളർ പാടമാണ് അവിടെ നിങ്ങൾ കാണുന്നത്. റൈറ്റ് സൈഡിൽ മീൻസ് എൻ്റെ നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന എല്ലാം പാടമാണ്. ഈ ബോട്ടിൻ്റെ അപ്പുറത്ത് കാണുന്ന പച്ച കളർ പാടമാണ്. പാടം നല്ല അടിപൊളി പാടം. പാടത്തിൻ്റെ ഇപ്പുറത്തെ വെള്ളവും തൊട്ടപ്പുറത്തെ ഒരു മലയും. എന്ത് രസമാണ് നോക്കിയാൽ. ആ ഒരു മലയുടെ മേളിൽ നമുക്ക് ഹൈക്ക് ചെയ്ത് കയറാം. ഒരു ഡ്രാഗണിന്. അപ്പൊ നമ്മളിതാ അടുത്ത കേവിലോട്ട് പോവാണ്. കേവിനകത്തൂടെയാണ് പോകുന്നത്. ഈ പാറകൾക്കടിയിലൂടെ കേവിനകത്തൂടെ. അപ്പം ചില സ്ഥലങ്ങൾ എത്തുമ്പോൾ നമ്മൾ കുനിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ തല ഇടിക്കും. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ കേവിനകത്തൂടെ ഒക്കെയാണ് ഇനി പോകാൻ പോകുന്നത്. സൂപ്പർ ഡൂപ്പർ എക്സൈറ്റഡ്. ചില കേവ്സ് നമ്മൾ കുനിഞ്ഞൊക്കെ പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മളിതാ ഈ കേവിനകത്തൂടെ എൻട്രി ആവാൻ പോവാണ്. അപ്പൊ നമ്മളിതാ കേവിനകത്ത് എൻട്രി ആവാൻ പോവാണ് കേട്ടാ. ചില കേവ്സ് ഒക്കെ എത്തുമ്പോൾ എനിക്കുള്ള തല കുനിക്കേണ്ടി വരും. ഇത് കേവ് അല്ല, എന്താണ് ഇന്ന് കേവ് തന്നെ അല്ലേ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. എന്ത് രസം നോക്കും. എത്ര ബോട്ടുകളാണ് പോകുന്നത് നോക്കി. ഈ കേവിനകത്തുള്ളതൊക്കെ എന്തോരം ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് ആൾക്കാരൊക്കെ റിലാക്സ് ചെയ്തിരുന്ന് പോവാണ്. We are entering into the cave. Yay! ലൈംസ്റ്റോൺ ആണ് കേട്ടോ മേളിൽ കാണുന്നതെല്ലാം. ഓ സൂപ്പർ. ഞങ്ങളവിടെ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഓ അടിപൊളി കേട്ടോ. ഫുൾ ഇരുട്ടാണ്, ഒന്നും കാണാൻ വയ്യ. നല്ല ഇരുട്ടാണ്. അവർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലാമ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആ കേവ് കഴിഞ്ഞ് നമ്മൾ ദാ പുറത്തിറങ്ങുന്നു. വാവ് സൂപ്പർ. ഓ നോക്കുന്ന സ്ഥലം
എന്ത് രസമാണ് എൻ്റെ മോനെ, അടിപൊളി, സൂപ്പർ. ഇത് ടാംകോക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്, അവിടെയാണ് നമ്മൾ ഈ ബോട്ടിങ് ചെയ്യുന്നത് കേട്ടോ. ടാംകോക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. രണ്ട് സൈഡും പാടവും നടുക്ക് ആ ഒരു വെള്ളത്തിൽ കൂടെ നമ്മളിങ്ങനെ വെള്ളത്തിൽ പോകുന്നത്, ചുറ്റും മലനിരകളൊക്കെ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു നിൻബിൽ വന്നാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരു രക്ഷയില്ല. അടിപൊളി യാത്ര. ഇത് അടിപൊളി ഒരു സ്ഥലമാണ്, നല്ല തണലും. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കേബിനാണ്, ബട്ട് ഈ കേബും വെള്ളമായിട്ടുള്ള ഗ്യാപ്പ് ഭയങ്കര കുറവാണ്. അപ്പം മിക്ക ഈ ബോട്ടിലുള്ളവരും, ബോട്ട് തുഴയുന്ന ആൾക്കാർ കുടമുണ്ട്, വലിയ കുട, അതെല്ലാം മടക്കി കേട്ടോ. ഇത് കുറച്ചുകൂടെ തലയിലൊക്കെ തട്ടാൻ ചാൻസ് ഒക്കെ ഉള്ളൊരു കേവാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ എന്ത് രസമല്ല, ഈ നാച്ചുറൽ ബ്യൂട്ടി കാണാനായിട്ട് ഭയങ്കര രസമുണ്ട്. നമുക്ക് അടിപൊളിയല്ലേ, സൂപ്പർ. നമുക്ക് ആ ഒരു സ്റ്റോണിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടോ. ഇത് നല്ല താഴ്ന്നാണ് നിൽക്കുന്നത്. നോക്ക്, ഓ അടിപൊളി. ജസ്റ്റ് കയ്യെത്താവുന്ന ദൂരത്താണ് കേട്ടോ. ആ സൈഡല്ലേ ഒരു പറയുന്നു തലയിടിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അടിപൊളി, നൈസ്. ഇവിടെ എല്ലാവരും ഉണ്ട്, ഇങ്ങനെ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിയാറായി കേട്ടോ. രസമുണ്ട് കാണാൻ, അടിപൊളി. നോക്ക്, സൂപ്പർ. അപ്പോൾ ഒരു അടിപൊളി ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഇനി അടുത്ത സൈക്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും അനുവും അതുവിനെ കൂടി സൈക്ലിംഗ് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ കിഡ്സിനുള്ള സൈക്കിളില്ല. ഇല്ലെങ്കിൽ ചില സൈക്കിളിന്റെ പുറകില് കിഡ്സിന് ഇരിക്കാനുള്ള ഒരു സ്പെഷ്യൽ സീറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് സൈക്ലിങ്ങിൽ പോകാതെ നമ്മൾ ജസ്റ്റ് നേരത്തെ നിന്ന റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് വന്നിട്ട് ഒരു കോഫി ഒട്ടിക്ക് എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചാൽ ഞാനൊരു ഐസ് ജിഞ്ചർ ലെമൺ ടീ പറഞ്ഞു. പിന്നെ അതല്ല ജ്യൂസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ബോട്ടിങ് എക്സ്പീരിയൻസ്. അപ്പോൾ എന്തായാലും കുറച്ചേരം ഇവിടെ നിന്ന് വിശ്രമിച്ചിട്ട് നമ്മളിന്ന് തിരിച്ചു പോകാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഹൈക്കിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈക്കിംഗ് പോയില്ല. ഹൈക്കിംഗ് അല്ലെങ്കിൽ ഇവിടെ ഒരു ലോട്ടസ് ഫീൽഡ് ഉണ്ട്, അവിടെ പോവാം. 150 BND ആണ് റേറ്റ്. നമ്മൾ ഹൈക്കിങ്ങിന് ഇന്നലെ ആക്ച്വലി നല്ലൊരു ഹൈക്ക് ചെയ്തുകൊണ്ട് ഇന്ന് പിന്നെ അതുമൊക്കെ ക്ഷീണിതനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈക്കിങ്ങിന് പോയില്ല. നമ്മളിങ്ങനെ വെളിയിൽ റെസ്റ്റ് ചെയ്യാണ്. നമ്മൾ കൂടെ വന്നിട്ട് കുറച്ചൊരു ഹൈക്കിങ്ങിന് പോയി. നമ്മൾ ഷെയർഡ് ബേസിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന കുറച്ചൊരു ഹൈക്കിങ്ങിന് പോയിട്ട് നമ്മളിങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യണം. അപ്പം നിൻബിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വില്ലേജാണ്. ഒരുപാട് ഹിസ്റ്ററി ഒളിഞ്ഞിരിക്കുന്നതും ഒരുപാട് ബ്യൂട്ടിഫുൾ സിറ്റി ലൈഫിലൊക്കെ മാറി ആ ഒരു വില്ലേജ് ബ്യൂട്ടിയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ നിൻബിൻ. അപ്പോൾ നിൻബിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ നെക്സ്റ്റ് വീഡിയോ. This is Travcup. Bye.